കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, കണ്ണൂരിലും കാലവർഷക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ തളാപ്പിലാണ്. ഇവിടെ ഈ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ ഒരു കെട്ടിടം തകർന്ന് വീണിട്ടുണ്ട്. LIC റോഡ്, തളാപ്പ് LIC റോഡിലുള്ള ഒരു വാട്ടർ സർവീസ് കേന്ദ്രമാണ് തകർന്ന് വീണത്. വലിയ വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. അതിൻ്റെ പിൻഭാഗമാണ് ഇടിഞ്ഞ് വീണത്. ഇതിൻ്റെ മുന്നിലാണ് ഇതിൻ്റെ വാട്ടർ സർവീസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. രാവിലെ പെയ്ത മഴയിലാണ് ഇതിൻ്റെ പിൻഭാഗത്ത് നിന്ന് ഈ കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് വീണത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമത്തിലാണ്. ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇപ്പോൾ നമ്മളോടൊപ്പം ജില്ലാ ഫയർ ഓഫീസറുണ്ട്. സാറേ, ഈ എന്താ ഈ കാലപ്പഴക്കം തന്നെയല്ലേ തകർന്നു വീണാനുള്ള കാരണം? കാലപ്പഴക്കം കൊണ്ടാണ്. അപ്പോൾ ഇത് ശക്തമായ മഴയല്ലേ, ശക്തമായ മഴ വരുമ്പോൾ അതിന് താങ്ങാൻ പറ്റത്തില്ല. വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ളത് അന്ന് ഇത്ര സ്ട്രോങ് ആയിട്ടൊന്നും ആയിരിക്കില്ല ബിൽഡിംഗ് പണിയുന്നത്. അപ്പോൾ ബീം വെച്ചിട്ടൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാലപ്പഴം കൊണ്ട് ഇങ്ങനെ ബിൽഡിങ്ങുകൾ വീഴാനുള്ള സാധ്യത ഇനിയുമുണ്ട്. അപ്പോൾ നമ്മളതിനുള്ള ഒഴുക്കുകളൊക്കെ ഇനി നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നോക്കിയതിൽ പിന്നെ അത്ര വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം അത് മേളിൽ പണിക്കാർ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വീണത് താഴേക്കാണ് വീണത്. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ പണിക്കാരൊന്നും ഇല്ല. ഒരു പക്ഷേ ഈ സൈഡിൽ മറ്റെന്തെങ്കിലും വർക്ക് നടക്കുവാണെങ്കിൽ ഇഷ്യൂ വന്നേനെ. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്, ആരെങ്കിലും ആൾപ്പെട്ടാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഫുള്ള് ക്ലിയർ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇനി മഴക്കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അടുത്തൊരു 2-3 മാസത്തോളം ഇങ്ങനെയുള്ള ഈ ഒരു മഴ കഴിഞ്ഞ് അടുത്ത മഴ ജൂലൈ ആഗസ്റ്റിൽ മഴ പെയ്താലും വീണ്ടും ഈ ചാൻസുകൾ പഴയ ബിൽഡിങ്ങുകൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ജനവാസ മേഖലകളിലും അതുപോലെ റോഡ് അരികിലും സ്കൂൾ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ അടുത്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളും മതിലുകളും ഒക്കെ ഇതുപോലെ പൊട്ടി വീഴാനൊക്കെ ഉള്ള ചാൻസുകളും ഉണ്ട്. ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ ചില കെട്ടിടങ്ങളൊക്കെ കാലപ്പഴക്കം ചെന്ന് പ്രശ്നം ആയിട്ടുണ്ട്. അപ്പം ആ കെട്ടിടങ്ങളിലേക്ക് ഒരു കണക്കുണ്ടോ നമ്മുടെ? അല്ല, കൃത്യമായ കണക്കല്ല. അത് കോർപ്പറേഷൻ്റെ ഉണ്ടാവുമായിരിക്കും കണക്ക്. പക്ഷേ അങ്ങനെ എല്ലാം ചെയ്യുന്നതിന് നമുക്ക് അപകട സാധ്യത കൂടിയത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ടൗണിനടുത്ത് അതുപോലെ ഇതുപോലെ റോഡുകളോട് ചേർന്ന് അതുപോലെ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളോട് ചേർന്ന് ജനങ്ങൾ നടന്നു വന്ന വഴിയിലോട് ചേർന്ന് ഉള്ള കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളും മതിലുകളും അല്ലെ സ്കൂള് അതിനോട് ചേർന്ന് സ്കൂൾ കുട്ടികൾ നടന്നു വന്ന വഴി അങ്ങനെയുള്ള ഏറ്റവും അപകടകരമായ സാഹചര്യം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല എല്ലാം നമുക്ക് ചിലപ്പം റിമൂവ് ചെയ്യാനോ പൊളിച്ചു കളയാനോ ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഏറ്റവും അപകട സാധ്യത കൂടിയേ നോക്കി ജനങ്ങളെ കൂടുതൽ ബാധിക്കുന്നത് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. അതൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും കോർപ്പറേഷനുമായിട്ട്. എന്തായാലും തന്നെ ഈ നേരത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഈ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് ഈ കെട്ടിടം തകർന്നു വീഴാൻ കാരണം കാലപ്പഴക്കം ചെന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുണ്ട്. കോർപ്പറേഷൻ വേണ്ട രീതിയിൽ പരിശോധനകളൊന്നും നടത്തില്ല എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്നാൽ മേയർ തിരിച്ച് പരിഹാസ്യമായ ഒരു മറുപടിയായിരുന്നു പറഞ്ഞത്. അതായത് മഴക്കാലം എത്തുന്നത് കോൺഗ്രസിനോടോ കോർപ്പറേഷൻ മേയറോടോ ചോദിച്ചിട്ടല്ല എന്നായിരുന്നു KK രാഗേഷിനെ പരിഹസിച്ചത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഇവിടെ ഒഴിവായിട്ടുള്ളത്. കെട്ടിടം തകർന്നു വീണിട്ടുണ്ട്. ആളുകളൊന്നും പിൻഭാഗത്തില്ലാത്തത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. ദിലീപ് കുമാർ. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.